ഹായ്, ഇന്നത്തെ ലൈവ് സെഷൻ കണ്ടവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ബിന്നിയും അനീഷും തമ്മിലുള്ള ജഗട. പഞ്ചസാര കള്ള എന്നും പഞ്ചസാര മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നത്. എനിക്ക് പക്ഷെ ആദ്യം കാണുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നുന്നത്. അനീഷ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. ചുമ്മാ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്ന് എപ്പിസോഡിനകത്ത് കാണിക്കാത്ത അല്ലെങ്കിൽ ലൈവിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ആര്യനോടും ജിസേലിനോടും അനീഷിനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. സത്യത്തിൽ അവർക്കത് മനസ്സിലാവാനായിട്ടാണ് ദിയാസന പറഞ്ഞത് അനീഷിനെ പറ്റിയല്ല, ദിയാസന പറഞ്ഞത് അക്ബറിനെ പറ്റിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ക്രൂരനായിരിക്കും കപ്പ് കൊണ്ടുപോകുക എന്ന്. അത് ദിയാസനയ്ക്ക് അറിയാം അക്ബറാണ് കപ്പ് കൊണ്ടുപോകാൻ സാധ്യത എന്നുള്ളത്. അവിടെ ഉണ്ടാവുമല്ലോ, സംസാരം ഉണ്ടാവില്ല. അക്ബറിനൊരു കപ്പ് എന്ന കണ്ട ഇതാണല്ലോ അവിടെ നടക്കുന്നത് മുഴുക്കെ. പക്ഷെ ഇന്ന് ബിന്നി അവിടെ തർക്കം വെച്ചു. അപ്പം അക്ബർ പറഞ്ഞത് കണക്ക് 3 ദിവസം കഴിയുമ്പം ബിന്നിയെ കൊണ്ടായിരിക്കും ഭർത്താവ് പോകാൻ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നല്ല ക്യൂട്ടായിട്ട് തോന്നി, ക്യൂട്ട്നെസ് ഓവർലോഡായിട്ട് തോന്നി. എനിക്ക് ഇത്രയും ക്യൂട്ടായിട്ട് ബിന്നി ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ വഴക്കിടുന്നുണ്ട്. ആൻഡ് ഷാനവാസിനെ പായിക്കുന്ന ഒരു രംഗമുണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അത് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചാടി വീണുകൊണ്ടൊരു സ്വാരസ്യമായ ഒരു രംഗം. അപ്പോൾ അതിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സീനായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു തല്ലാൻ ഓടിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ കൂടെ പറയണമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ഒരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അനീഷുമായിട്ടല്ല, ലക്ഷ്മി മൊത്തത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് ഒരു എല്ലാവർക്കും ഇട്ടൊരു കുത്തു വർത്തമാനം പറയുന്നതാണ്. അതിലൊരു എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കേസാണ്. ജിസേല് ഫുഡ് ഉണ്ടാക്കാൻ കയറുന്നു. കാരണം അവിടെ വന്നതെല്ലാം നോൺ വെജാണ്, അവൾ വെജിറ്റേറിയനാണ്. അപ്പോൾ വെജിറ്റേറിയനായി അവൾക്ക് കുക്ക് ചെയ്ത് കഴിക്കുകയെ നിവർത്തിയുള്ളൂ. ആ സമയത്ത് തനിക്കും ഫുഡ് വേണമെന്ന് പറയുന്നു. ഫുഡ് വേണമെന്ന് പറയുമ്പോൾ ജിസേലിന് ദേഷ്യം വരുന്നുണ്ട്. കാരണം അതെന്തിനെ പോയി ഞാൻ കഴിക്കുമ്പോൾ നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ നീയൊക്കെ നിറച്ച് നോൺ വെജ് കയറ്റിയതല്ലേ എന്ന ഫോമിലാണ് പറയുന്നത്. പക്ഷേ ലക്ഷ്മി അത് തിരിച്ചു പറയുന്നുണ്ട്, നിന്നോടല്ല ഞാൻ പറഞ്ഞത്, അവിടുത്തെ ക്രൂസിൻ്റെ അടുത്താണ്. അതായത് അത് അവിടുത്തെ ക്യാപ്റ്റൻ ഉണ്ടാവുമല്ലോ, ഫുഡ് മേക്ക് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്താണ് പറഞ്ഞത്, നീ അതിനകത്ത് ഇടപെടേണ്ട എന്ന് പറയുന്നു. അതിനുശേഷമാണ് അവിടെ വഴക്കുണ്ടാകുന്നതും. വഴക്കിൽ ഈ അനീഷിൻ്റെ ഈ ഒരു ഓവറായിട്ടുള്ള വർത്തമാനത്തിന് കറക്റ്റ് മറുപടി ലക്ഷ്മിയാണ് കൊടുക്കുന്നത്. പക്ഷെ അതെല്ലാവർക്കും മനസ്സിലാകുമില്ലെന്ന് എനിക്കറിയത്തില്ല. അത് ശരിയാണ്, കിച്ചണിൽ നിൽക്കുമ്പോൾ കിടന്ന് ബഹളം വെക്കരുത്, തുപ്പൽ തെറിക്കുക തന്നെ ചെയ്യും. തുപ്പൽ തെറിച്ച ഫുഡ് എനിക്ക് വേണ്ട എന്ന് നിഷേധപൂർവ്വം ലക്ഷ്മി പറയുന്നുണ്ട്. വളരെ മോശപ്പെട്ട രീതിയിൽ ലക്ഷ്മി പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ അനുവിൻ്റെ ഒരു നാരോ മൈൻഡഡും കൂടെ കുറച്ചുകൂടെ റിവീലാകുന്ന ഒരു സീനുണ്ട്. അതായത് ആര്യനും ഷാനവാസും ചേർന്ന് വിത്തൗട്ട് പെർമിഷൻ ഫുഡ് കൈയിട്ടെടുക്കുന്നതിന് അവരെ പ്രാകുന്നുണ്ട് അനു. രണ്ടുപേർക്ക് ആഹാരത്തിൻ്റെ വില എന്തെന്നറിയാം, ആഹാരം കിട്ടാതെ പോകും എന്നൊക്കെ. അത് ആര്യനോടുള്ള ദേഷ്യമാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഷാനവാസ് ബാധിക്കപ്പെടുന്നുണ്ട്. ഷാനവാസിന് അപ്പം തന്നെ പണിയും കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് പറഞ്ഞ കണക്ക് ഇവളുടെ കയ്യിൽ വല്ല കൂടോത്രം ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. അനു പറയുന്ന കച്ചസടായിട്ട് അങ്ങോട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ ബെന്നിയുമായിട്ടുള്ള തർക്കത്തിൽ ബെന്നി ഭയങ്കരമായിട്ട് ഫൈറ്റ് ബാക്ക് ചെയ്യുന്നു. നമ്മുടെ ഒരു അത്രയും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ബെന്നി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബിന്നി പിന്നെ ചെയ്ത ഒരു കാര്യത്തിലാണ് ഞാൻ കൺഫ്യൂഷൻ ആയത്. അതെന്താ അങ്ങനെ ചെയ്തെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ഓടിപ്പോയി അവൻ്റെ അടുത്ത് നിന്നിട്ട് നീ ഇവിടെ ഇരുന്ന് ചിരിച്ചോ എന്ന് പറയണം. അപ്പം പിന്നെ എക്സ്പെക്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഭർത്താവും കൂടെ വന്ന് ആ ഒരു വഴക്കിൽ പങ്കെടുക്കണമെന്നായിരുന്നു എന്നൊരു സംശയം. പക്ഷെ അയാൾക്ക് അതിനുള്ള ഇതില്ലെന്ന് തോന്നുന്നു, അങ്ങനെ പങ്കെടുക്കേണ്ട കാര്യം. അയാൾ പൊതുവേ സൗമ്യനായിട്ടിരിക്കുന്ന ഒരാളാണ്. ഈ കുത്തിത്തിരിപ്പും ബാക്കിയുള്ളതും ഒക്കെ പുറത്ത് സംഭാഷണം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒരു സൂചന പോലും കൊടുക്കാതെ കടിച്ച് പിടിച്ച് അവൾക്കൊപ്പം സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇനി പുറത്തിറങ്ങുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും. ബിന്നിക്ക് അറിയില്ല പുറത്ത് കുത്തിത്തിരിപ്പ് റാണി എന്നുള്ള പേര് അവൾക്കുള്ള കാര്യം അറിയില്ലെന്ന് തോന്നുന്നു, അതൊന്നും പറയുന്നില്ല. എന്തായാലും കുറച്ച് ദിവസം അവൾക്കൊപ്പം ഇരിക്കാനും അവൾക്കും അവനൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതും അവൾ മെൻ്റലി കുറച്ച് റിലീഫാകുന്ന ഒരു കാര്യമാണ്. കുത്തിത്തിരിപ്പെന്ന് മാത്രമല്ല, നല്ല കൊനഷ്ട കുഞ്ഞായ്മയും ബിന്നിക്കുണ്ട് എന്നുള്ളൊരു തെളിവാണ്. നല്ല ഒരു പിന്നെ ഇത് കിട്ടിയിട്ട് അത് ആർക്കും ഷെയർ ചെയ്യാതെ അത് വേസ്റ്റാക്കി കളഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. ഒരു പക്ഷേ നൂറ് അങ്ങനെ ഒന്ന് വേസ്റ്റാക്കുക ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇന്നിങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി നശിപ്പിച്ചപ്പോൾ തന്നെ അവളുടെ മൈൻഡ് എത്രത്തോളം നാരോ ആണ് എന്നുള്ളത് അതിനകത്ത് തെളിവായ ഒരു കാര്യമാണ്. വഴക്കിൻ്റെ പ്രശ്നം സത്യം പറഞ്ഞാൽ ഇവറ്റുള്ള എന്തിനാ വഴക്കുണ്ടാക്കണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. അനീഷും പിന്നെയും കൂടെ നല്ല ലഹളയായിരുന്നു, നല്ല കോട്ടിപ്പിടുത്തമായിരുന്നു. എന്തിനാണെന്ന് അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം, എനിക്ക് മനസ്സിലായിട്ടില്ല. ആഹാരത്തിൻ്റെ കാര്യത്തിനോ പഞ്ചസാരയുടെ കേസിനോ ഒക്കെയാണ്. രാത്രി 3 മണിക്കൊക്കെ പഞ്ചസാര ഓപ്പൺ ചെയ്തിട്ടത് എന്തിനാ, എടുത്തുകൊണ്ട് പോയത് ആരാ, എന്താ ബെന്നി സംരക്ഷിക്കാത്തത്? അപ്പോഴും അവിടെ മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഫുഡൊന്നും അടച്ചു വെക്കേണ്ടാവും. ഏതായാലും ജാസ്മിനും ദിയേസനയും കൂടെ വന്നിട്ട് നമ്മുടെ നെവിൻ്റെ അടുത്തൊരു കാര്യം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അത് ബിഗ് ബോസ് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നെവിൻ നല്ല ഫാറ്റ് ആകുന്നുണ്ട് അവിടെ തിന്ന് പഞ്ചസാര. അതായത് ചുമ്മാ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ഇതൊക്കെ വാരി തിന്നുന്നതെന്ന് തോന്നുന്നു. അത് അയാൾക്ക് നല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത് അവിടെ
നമ്മൾ ഹങ്കറിന് നല്ല ബാലൻസ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഫുഡ് വളരെ ലിമിറ്റഡ് ആണല്ലോ. നമ്മൾ ഈ പഞ്ചസാരയൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഡയലൂഷൻ ആവും. അതിൻ്റെ കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും വിശപ്പൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ്. അയാൾ ആരും കൺട്രോളൊന്നും ചെയ്യുന്നില്ല. അയാൾക്ക് തോന്നിയ കണക്ക് വരുന്നു, കുക്കീസ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അയാൾക്ക് അവനുണ്ടെങ്കിൽ ഓക്കെ ഞാൻ കുക്കീസ് ഉണ്ടാക്കും എന്നൊരു ഫോമാണ്. പക്ഷേ ഇതിനൊക്കെ സാധനങ്ങൾ അവിടെ നഷ്ടപ്പെടുകയാണ്. ബാക്കിയുള്ളവർ കഴിക്കേണ്ട ഫുഡിൽ ചുരുക്കം വരുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു കേസുണ്ടല്ലോ. അപ്പോൾ അത് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു ആവശ്യഘട്ടമുണ്ട്. അല്ലെങ്കിൽ തന്നെ നെവിനെ ശരിക്കും മുക്കേറിടേണ്ട ഒരുപാട് കാര്യങ്ങൾ നിവിൻ അതിനകത്ത് ചെയ്യുന്നുമുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വിഷയം വരുമ്പോഴും നിവിൻ അവിടെ വന്ന് എന്തൊക്കെ കുറച്ച് കുറയ്ക്കൊണ്ട് നിൽക്കുന്നത്, ഏതേരം തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുക്കൻ. എനിക്ക് അങ്ങനെയാണ് നിവിനെ മനസ്സിലായിട്ടുള്ളത്. ഷാനവാസൊക്കെ ഇത് വളരെ തമാശയായിട്ട് എടുത്തെങ്കിലും അനീഷ് വളരെ സീരിയസ് ആയിരുന്നു. അനീഷ് ശരിക്കും പറഞ്ഞാൽ അയാളുടെ പൊസിഷനിൽ കറക്റ്റാണ്. ഇതുവരെ അയാൾക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇതിന് ശരിക്കും എംപോസിഷനൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. വല്ലാത്ത ജാതി ഏതോ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അലർച്ചയും റിപ്പീറ്റേഷനും. അതിന് ലക്ഷ്മി നല്ല കുറുക്കി കൊടുക്കുന്നുണ്ട്. നീ തുപ്പിയ സാധനം നീ തന്നെ തിന്നോ എന്ന്. പക്ഷെ അപ്പോഴും ഷാനവാസും ബാക്കിയുള്ളവരൊക്കെ ചേർന്ന് ലക്ഷ്മിയെ അടിച്ച് ഇരുത്താൻ നോക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മി പറഞ്ഞതൊരു ഫാക്റ്റാണ്. അങ്ങനെ നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് തല്ലും പിടിയുണ്ടെങ്കിൽ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങ് മാറുക. അവിടെ നിന്നുകൊണ്ട് ഇത്രയും പേര് കഴിക്കേണ്ട ഭക്ഷണത്തിന് മുമ്പ് നിന്നുകൊണ്ട് അലയ്ക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്